ഹലോ ഹോൾ. ഇന്ന് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനം എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും, മലയാളത്തിൽ ഗുണനം. ഓക്കെ, ഗുണനം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് ഗുണന പട്ടിക അറിയണം. അതായത് സാധാരണ ഗുണനം ചെയ്യാൻ 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക നമുക്ക് അറിഞ്ഞാൽ മതി. നമുക്ക് 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഗുണന പട്ടിക കാണാം. 1 × 1 = 1, 1 × 2 = 2, 1 × 3 = 3. അതായത് ഒന്നാമത്തെ ഗുണന പട്ടിക പറയുന്നത് ഏത് നമ്പറും 1 കൊണ്ട് ഗുണിച്ചാൽ അതേ നമ്പർ കിട്ടും. അതായത് 1 × 1 1 × 4 4, 1 × 5 5, അങ്ങനെ പോകും. അതായത് 1 × 10 10. അതായത് ഏത് നമ്പേഴ്സും നമ്മൾ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അതേ നമ്പർ കിട്ടും. രണ്ടാമത്തെ ഗുണന പട്ടിക എല്ലാ നമ്പറും 2 കൊണ്ട് ഗുണിച്ചാൽ ഇരട്ട സംഖ്യ കിട്ടും. അതായത് 1 × 2 2, 2 × 2 4, 2 × 3 6, 2 × 4 8. അതായത് ഈ കിട്ടുന്ന നമ്പേഴ്സ് 2 കൂടിക്കൊണ്ട് പോകും. 2 4 6 8 10 12 14 16 18 20. 2 × 10 എന്ന് പറഞ്ഞാൽ 20. അതുപോലെ 3 എന്ന് പറഞ്ഞാൽ കിട്ടുന്ന നമ്പേഴ്സ് ആൻസറിൻ്റെ ഒന്നിച്ച് 3 കൂടിക്കൊണ്ട് പോകും. 3 × 1 3, 3 × 2 6, 3 × 3 9. അതായത് ഈ സംഖ്യയുടെ ഇടയിൽ 3 3 കൂടിക്കൊണ്ട് പോകും. അതുപോലെ 4 5 6 7 8 9 10 വരെയുള്ള ഗുണന പട്ടിക നമുക്ക് നോക്കാം. നമുക്ക് ഗുണന പട്ടിക നേരത്തെ എഴുതിയിരുന്ന പോലെ 1 × 1 = 1, 1 × 2 = 2 അങ്ങനെ എഴുതാം. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഈ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നോക്ക്, 1 × 1 എന്ന് പറഞ്ഞാൽ 1, 1 × 2 എന്ന് പറഞ്ഞാൽ 2, 1 × 3 എന്ന് പറഞ്ഞാൽ 3, 1 × 4 എന്ന് പറഞ്ഞാൽ 4, 1 × 5 എന്ന് പറഞ്ഞാൽ 5, 1 × 6 എന്ന് പറഞ്ഞാൽ 6, 1 × 7 എന്ന് പറഞ്ഞാൽ 7, 1 × 8 8, 1 × 9 എന്ന് പറഞ്ഞാൽ 9, 1 × 10 എന്ന് പറഞ്ഞാൽ 10. അതുപോലെ നമുക്ക് 2ൻ്റെത് കാണാം. 2 × 1 എന്ന് പറഞ്ഞാൽ 2, 2 × 2 എന്ന് പറഞ്ഞാൽ 4, 2 × 3 എന്ന് പറഞ്ഞാൽ 6, 2 × 4 എന്ന് പറഞ്ഞാൽ 8. അതുപോലെ നമുക്ക് താഴോട്ടേക്കും കാണാം. 2 × 2 എന്ന് പറഞ്ഞാൽ 4, 2 × 3 എന്ന് പറഞ്ഞാൽ 6, 2 × 4 എന്ന് പറഞ്ഞാൽ 8, 2 × 5 എന്ന് പറഞ്ഞാൽ 10. ഈ സൈഡിലേക്ക് നമുക്ക് ഉത്തരം കിട്ടും, ഈ സൈഡിലേക്ക് നമുക്ക് ഉത്തരം കിട്ടും. അതായത് 3 × 1 എന്ന് പറഞ്ഞാൽ 3, 3 × 2 എന്ന് പറഞ്ഞാൽ 6, 3 × 3 എന്ന് പറഞ്ഞാൽ 9. ഈ സൈഡ് നോക്കിയാൽ 3 × 1 എന്ന് പറഞ്ഞാൽ 3, 3 × 2 എന്ന് പറഞ്ഞാൽ 6, 3 × 3 എന്ന് പറഞ്ഞാൽ 9, 3 × 4 എന്ന് പറഞ്ഞാൽ 12. ഈ സൈഡിലോട്ട് നമുക്ക് ഗുണിച്ച് നോക്കാം, താഴത്തോട്ടും മേലത്തോട്ടും നമുക്ക് ഗുണിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇതാണ് 1ൻ്റെ ഗുണന പട്ടിക, ഇത് 2ൻ്റെ, ഇത് 3ൻ്റെ, ഇത് 4ൻ്റെ, ഇത് 5ൻ്റെ, ഇത് 6ൻ്റെ, 7ൻ്റെ, 8ൻ്റെ, 9ൻ്റെ, 10ൻ്റെ. ഇത് നമുക്ക് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ അക്കങ്ങളുടെയും ഗുണനം നമുക്ക് കാണാൻ പറ്റും. ഈ ഗുണന പട്ടിക നോക്കി നമുക്ക് പെട്ടെന്ന് ഉത്തരം ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റും. അതായത് 7 × 7 എന്ന് പറഞ്ഞാൽ 7 ഇത് 7 ഇത്, ഇങ്ങനെ നോക്കിയാൽ 49. 6 × 7 എന്ന് പറഞ്ഞാൽ 6ൻ്റെ പോവാം 7ൻ്റെ 42. 4 × 5 എന്ന് പറഞ്ഞാൽ 4ൻ്റെ ലൈന് നോക്കുക 5ൻ്റെ 20. ഏത് അക്കങ്ങളുടെയും ഗുണനം നമുക്ക് ഇതിൽ നിന്ന് നോക്കി പറയാം. ഇനി നമുക്ക് 2 അക്കങ്ങളുടെ 3 അക്കങ്ങളുടെ ഒക്കെ ഗുണനം കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് സിംഗിൾ ഡിജിറ്റ് അഥവാ ഒരക്കം വരുന്ന ഗുണനം നോക്കാം. അതായത് നമ്മൾ ഇപ്പോൾ ഗുണന പട്ടിക എഴുതിയില്ലേ, അതിൻ്റെ ടേബിൾ ഫോമിൽ എങ്ങനെ എഴുതാം, ഗുണനം കാണാൻ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് 5 × 4 ഇങ്ങനെയാണ് നമ്മൾ ഗുണനം കാണാൻ എഴുതുക. 5 × 4 എന്ന് പറഞ്ഞാൽ 5 4 പ്രാവശ്യം കൂട്ടി നോക്കണം. 5 + 5 + 5 + 5, അതായത് 5 10 15 20. ഉത്തരം 20.
ഗുണനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തരുന്ന നമ്പർ മറ്റേ നമ്പർ കൊണ്ട് അത്ര പ്രാവശ്യം കൂട്ടുക, അതിനാണ് ഗുണനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞാൽ 5 × 4, 5 4 പ്രാവശ്യം കൂട്ടുക, അഥവാ 4 5 പ്രാവശ്യം കൂടി കൂട്ടിയാൽ മതി. 4 × 4 ഇൻറ്റു അല്ല, കൂട്ടണം. 4 കൂട്ടണം 4 കൂട്ടണം 4 കൂട്ടണം 4, അതായത് 4 5 പ്രാവശ്യം കൂട്ടുക. എത്രട്ട് 4, 4ലേക്ക് 4 കൂട്ടിയാൽ 8, 8ലേക്ക് 4 കൂട്ടിയാൽ 12, 12ലേക്ക് 4 കൂട്ടിയാൽ 16, 16ലേക്ക് 4 കൂട്ടിയാൽ 20. അതായത് ഉത്തരം നമുക്ക് 20 കിട്ടി. അടുത്ത അക്കം 8 × 2, അതായത് 8 2 പ്രാവശ്യം കൂട്ടാം. അതായത് 8 + 8 എന്ന് പറഞ്ഞാൽ 16, അല്ലെങ്കിൽ 2 8 പ്രാവശ്യം കൂട്ടാം. 2 + 2 + 2 + 2 + 2 + 2 + 2 + 2, അതായത് 2 8 പ്രാവശ്യം കൂട്ടാം. നമുക്ക് എന്താ കിട്ടും ആൻസർ? 2 4 6 8 10 12 14 16, അതായത് 8 × 2 എന്ന് പറഞ്ഞാൽ 16. നമുക്ക് ഗുണനം ഇങ്ങനെ ചെയ്യാം, കൂട്ടിക്കൊണ്ട് നോക്കി നമുക്ക് ഗുണനം ചെയ്യാം. പക്ഷെ വലിയ നമ്പർ വരുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാവും, ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാൻ വലിയ നമ്പർ. ഇതിപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് അത്ര പ്രാവശ്യം കൂട്ടി നോക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഗുണനം ചെയ്യുന്നത്. നമുക്കിനി 2 അക്കമുള്ള നമ്പേഴ്സിനെ നോക്കാം. അടുത്തത് 16 × 3, അതായത് ഫസ്റ്റത്തെ നമ്പർ 2 അക്കമുള്ള നമ്പറും രണ്ടാമത്തത് 1 അക്കമുള്ള നമ്പറും, അത് രണ്ടും ഗുണിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 6 × 3 ആക്കണം. 6 × 3 എന്ന് പറഞ്ഞാൽ 18. അറിയാത്ത ഗുണനപ്പട്ടിക കാണാതെ പഠിക്കണം. 18 1 ഇവിടെ വരും. 18ൻ്റെ 1 ശിഷ്ടമായിട്ട് ഇവിടെ വരും. 3 × 1 3. പിന്നെ ഇത് കൂട്ടണം. 3 × 1 3, 3 + 1 4. ഉത്തരം 48. അടുത്ത നമ്പർ 26 × 8. 8 6 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 8 2 കൊണ്ട് ഗുണിക്കണം. നമുക്ക് നോക്കാം. 8 × 6 എന്ന് പറഞ്ഞാൽ 48, അതായത് 8 ഇവിടെ ഇടാം, 4 ശിഷ്ടം ഇവിടെ ഇടാം. 8 × 2 എന്ന് പറഞ്ഞാൽ 16, അതിലേക്ക് 4 കൂട്ടണം. അപ്പോൾ 17 18 19 20, ഉത്തരം 208 കിട്ടും. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. 26 × 8 എന്ന് പറഞ്ഞാൽ 208. ഇതിപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്, അതായത് കൂട്ടിക്കൊണ്ട് പോയാൽ 26 8 പ്രാവശ്യം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകണം. 26 + 26 + 26 അങ്ങനെ 8 പ്രാവശ്യം. 26 ഇത് ഇത്ര 8 ടൈംസ്, അതായത് 8 പ്രാവശ്യം കൂട്ടിയാൽ നമുക്ക് ഇത്ര കിട്ടും. അതിപ്പോൾ വലിയ നമ്പറിൻ്റെ കാര്യത്തിൽ നമുക്കത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഗുണനം ഇങ്ങനെ ചെയ്യുന്നത്. 26 × 8 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഗുണന പട്ടിക നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഗുണനം ചെയ്യാം. ഏത് നമ്പറിൻ്റെയും ഗുണനം നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് 2 അക്കം ഉള്ള നമ്പേഴ്സ് 2 എണ്ണം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗുണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പറിൻ്റെ ഈ 1 കൊണ്ട് ഗുണിക്കണം. അതായത് 1 × 7 എന്ന് പറഞ്ഞാൽ 7, 1 × 3 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ അക്കം തുടങ്ങുന്ന ഈ ഭാഗത്തു നിന്നല്ലേ, അപ്പോൾ 2 × 7 എന്ന് പറഞ്ഞാൽ 14. അതിൻ്റെ 4 ഇവിടെ എഴുതണം, ഇതിൻ്റെ നേരെ താഴെ എഴുതണം. എന്നിട്ട് ശിഷ്ടം 1. 2 × 3 എന്ന് പറഞ്ഞാൽ 6, 6 + 1 7. എന്നിട്ട് ഇത് 2 എണ്ണം കൂട്ടണം. ഇവിടെ 0 നമുക്ക് കണക്കാക്കാം. അതുകൊണ്ട് 7
3 + 4 എന്ന് പറഞ്ഞാൽ 7. ഇവിടെ 7. ഉത്തരം 777. ഇതിപ്പോൾ ഒന്നിച്ച് കൂട്ടണമെങ്കിൽ 37 21 പ്രാവശ്യം കൂട്ടണം, അല്ലെങ്കിൽ 21 37 പ്രാവശ്യം കൂട്ടണം. അതിന് പകരം നമുക്ക് ഇങ്ങനെ ഗുണനം ചെയ്യാം. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. ഫസ്റ്റ് 1 കൊണ്ട് 37 ഗുണിക്കുക, അതായത് 1 × 7 എന്ന് പറഞ്ഞാൽ 7, 1 × 3 എന്ന് പറഞ്ഞാൽ 3. പിന്നെ അടുത്ത നമ്പർ 2 × 7 എന്ന് പറഞ്ഞാൽ 14, പക്ഷെ അത് 2ൻ്റെ നേരെ താഴെ എഴുതണം. 4 1 ശിഷ്ടം 2 × 3 എന്ന് പറഞ്ഞാൽ 6, 6 + 1 7, 777. അടുത്തത് 329 ഗുണിക്കണം 4. നമുക്ക് നോക്കാം. 9 × 4 എന്ന് പറഞ്ഞാൽ 36. 6 ഇവിടെ കൊടുക്കാം, 3. ഓക്കെ. 2 × 4 എന്ന് പറഞ്ഞാൽ 8, പിന്നെ 3 കൂട്ടണം. 8 + 3 11. 1 എഴുതാം, 1 ഇവിടെ കൊടുക്കാം. ഇനി 3 × 4 എന്ന് പറഞ്ഞാൽ 12, അതിലേക്ക് 1 കൂട്ടുക, അതായത് 13. ഉത്തരം 1316. എന്നതുപോലെ 3 അക്ക ഉള്ള നമ്പർ കൊണ്ട് നമുക്ക് 2 അക്ക നമ്പർ കൊണ്ട് ഗുണിക്കാം. അതായത് 132 ഗുണിക്കണം 24. ഓക്കെ. ആദ്യം 4 കൊണ്ട് ഇതെല്ലാം ഗുണിക്കാം. 4 × 2 8, 4 × 3 എന്ന് പറഞ്ഞാൽ 12, 2 1 റിമൈൻഡർ, 4 × 1 എന്ന് പറഞ്ഞാൽ 4, 4 + 1 5. എന്നിട്ട് അടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കാം. 2 × 2 4, പക്ഷെ അത് 2ൻ്റെ നേരെ താഴെ എഴുതണം. ഓക്കെ. 2 × 3 പറഞ്ഞാൽ 6, 2 × 1 എന്ന് പറഞ്ഞാൽ 2. എന്നിട്ട് ഇത് 2 എണ്ണം കൂട്ടണം. 8, 4 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ 6, 6 കൂട്ടണം 5 എന്ന് പറഞ്ഞാൽ 11, 1 റിമൈൻഡർ, 2 കൂട്ടണം 1 3. ഉത്തരം 3168. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഗുണനത്തെക്കുറിച്ച് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 അക്കമുള്ള നമ്പർ കൊണ്ട് 3 അക്കമുള്ള നമ്പർ ഗുണിക്കാം. 456 ഗുണിക്കണം 179. മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം 9 കൊണ്ട് ഗുണിക്കുക, പിന്നെ 7 കൊണ്ട്, പിന്നെ 1 കൊണ്ട്. 9 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 54. ഓക്കെ. 5 ഇവിടെ എഴുതാം, 4 ഇവിടെ എഴുതി, 5 ഇവിടെ എഴുതാം. 9 × 5 എന്ന് പറഞ്ഞാൽ 45, അതിലേക്ക് 5 കൂട്ടുക, അപ്പോൾ 50. 0 5 ഇവിടെ എഴുതാം. 9 × 4 എന്ന് പറഞ്ഞാൽ 36, 36ലേക്ക് 5 കൂട്ടാം, അപ്പോൾ എത്ര? 41. അത് ഇങ്ങനെ തന്നെ 41 ഇവിടെ എഴുതാം. പിന്നെ 7 × 6 എന്ന് പറഞ്ഞാൽ 42. എനിക്ക് ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ ഗുണന പട്ടിക കാണാതെ പഠിക്കണം. ഓക്കെ. 42ൻ്റെ 2 ഇവിടെ എഴുതാം, 4 ഇവിടെ എഴുതാം. പിന്നെ 7 × 5 എന്ന് പറഞ്ഞാൽ 35, 35ലേക്ക് 4 കൂട്ടിയാൽ 39, അപ്പോൾ 9 ഇവിടെ എഴുതാം, 3 ഇവിടെ എഴുതാം. 7 × 4 എന്ന് പറഞ്ഞാൽ 28, 28ലേക്ക് 3 കൂട്ടിയാൽ 31, ഇത് ഇവിടെ എഴുതാം. നെക്സ്റ്റ് 1 ഗുണിക്കണം 6, അത് നേരെ 1ൻ്റെ താഴെ എഴുതാം. അതായത് ഫസ്റ്റത്തത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, രണ്ടാമത്തെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, മൂന്നാമത്തെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 × 6 എന്ന് പറഞ്ഞാൽ 6, 1 × 5 എന്ന് പറഞ്ഞാൽ 5, 1 × 4 എന്ന് പറഞ്ഞാൽ 4. എന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടണം. ഓക്കെ. 4 0 കൂട്ടണം 2 എന്ന് പറഞ്ഞാൽ 2, 9 10 16 6, 1 ഇവിടെ എഴുതാം. 4 5 6 7 8 9 10 11, 1 1 ഇവിടെ എഴുതാം. 3 4 എന്ന് പറഞ്ഞാൽ 7 8. ഉത്തരം 8162 അതായത് നമുക്കിപ്പോൾ 456 ഗുണിക്കണം 129 പെട്ടെന്ന് ഉത്തരം കിട്ടി.
8 1 6 2 4 എന്ന്. ഇതിപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ 456നെ 179 പ്രാവശ്യം കൂട്ടണം. അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഗുണനം. ഇത് പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് ഏത് നമ്പറിനെ നമുക്ക് ഗുണിക്കാൻ പറ്റും. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഗുണനപ്പട്ടിക. 1 മുതൽ 10 വരെയുള്ള നമ്പറിൻ്റെ ഗുണനപ്പട്ടിക നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നോക്കാം. 720 ഗുണിക്കണം 25. ഓക്കെ, 5 × 0. 0ത്തോട് ഏത് നമ്പറും ഗുണിച്ചാലും നമുക്ക് ഉത്തരം കിട്ടുക 0. ഓക്കെ, 5 × 2 എന്ന് പറഞ്ഞാൽ 10. 10ൻ്റെ 0 ഇവിടെ എഴുതാം, 1 ഇവിടെ എഴുതാം. 7 × 5 എന്ന് പറഞ്ഞാൽ 35. പിന്നെ 1 കൂട്ടാം, 36. അടുത്തത് 2 × 0. 2 × 0 എന്ന് പറഞ്ഞാൽ 0. അതിവിടെ 2ന് നേരത്തെ അല്ലെങ്കിൽ ഒരു നമ്പർ വിട്ട് എഴുതാം. 2 × 2 4. 2 × 7 14. എന്നിട്ട് ഇതെല്ലാം കൂട്ടാം. 0 0. 6 + 4 എന്ന് പറഞ്ഞാൽ 10. 0 1 റിമൈൻഡർ. 4 3 എന്ന് പറഞ്ഞാൽ 7. 7ലേക്ക് 1 കൂട്ടിയാൽ 8. പിന്നെ 1. ഉത്തരം 1800. അടുത്ത നോക്കാം. 72 ഗുണിക്കണം 0. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 0 കൊണ്ട് ഏത് അക്കം ഗുണിച്ചാലും നമുക്ക് ഉത്തരം 0 കിട്ടുക. 0 × 2 0. 0 × 7 0. അതുപോലെ അടുത്തത് 72 ഗുണിക്കണം 1. 1 കൊണ്ട് ഏത് അക്കം ഗുണിച്ചാലും നമുക്ക് അതേ അക്കം കിട്ടും. 1 × 2 2. 1 × 7 72. ഓക്കെ, നമുക്ക് കുറേ നമ്പർ ഗുണിക്കാം. 1 × 8 × 10 × 7 × 0. ഇതിൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം 0. കാരണം ഏത് നമ്പറിൻ്റെ ഒന്നിച്ചും 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം 0 തന്നെ ലഭിക്കും. ഇനി അടുത്ത് നോക്കാം. 200 × 30. ഇത് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ മുമ്പ് ചെയ്ത പോലെ 0 കൊണ്ട് ആദ്യം ഗുണിക്കുക, പിന്നെ 3 കൊണ്ട് ഗുണിക്കുക. അതിൻ്റെ ആവശ്യമില്ല. 0നെ മാറ്റി നിർത്തി നമുക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് ചെയ്താൽ 2 × 3, അതായത് 6. 2 × 3 പറഞ്ഞാൽ 6. പിന്നെ എത്ര 0 ഉണ്ട് അത് ടോട്ടൽ എഴുതാം. 1 2 3 0 എഴുതാം. അപ്പോൾ ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടി 6000. 0 വന്നാൽ നമുക്ക് 0നെ മാറ്റി നിർത്തി ബാക്കിയുള്ള നമ്പേഴ്സ് കൊണ്ട് ഗുണിച്ചിട്ട് ബാക്കിയുള്ള 0 അതിൽ എഴുതി കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇപ്പോൾ എഴുതാം 10 × 30 × 100 × 500. ഇത് നമുക്ക് പെട്ടെന്ന് ഗുണിക്കാം. ഓരോന്നായി എഴുതേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് 0നെ മാറ്റാം. പിന്നെ 1 × 3 × 1 × 5. അതായത് 1 ഏത് നമ്പറോട് ഗുണിച്ചാലും അതേ നമ്പർ കിട്ടും. പിന്നെ 3 × 5 എന്ന് പറഞ്ഞാൽ 15. ഓക്കെ, പിന്നെ എത്ര 0 ഉണ്ട്? 1 2 3 4 5 6. 6 0 എഴുതി കൊടുക്കുക. ഇതാണ് ഉത്തരം. നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും 0 വന്നാൽ. ഇപ്പോൾ എടുത്ത ഗുണനത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായി എഴുതുക. പിന്നെ ഇനിയും ഗുണനപ്പട്ടിക പഠിക്കാനുള്ള ട്രിക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. 1 മുതൽ 10 വരെയുള്ള ഗുണനപ്പട്ടിക എങ്ങനെ പെട്ടെന്ന് പഠിക്കാനുള്ള ട്രിക്സ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു, ബായ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.